സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ട് കുറേ റീലുകളൊക്കെ കാണുന്നത് ഫ്രാഗ്രൻസ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു അത്തർ ഷോപ്പ്. എന്നിട്ട് പെർഫ്യൂമർ, വെസ്പ സഞ്ചാരി, പല രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ സജീർ ഇബ്രാഹിം. തിമിംഗല ഛർദി എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കരമായിട്ട് അവിടെ പിടിച്ചു കോടികളുടെ വിലയുണ്ടെന്നൊക്കെ പറയുന്നത്, ശരിക്കും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? അത് ഡയറക്റ്റ് ആയിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. ഈ പറയുന്ന പോലെ ഇത്ര വിലകളുണ്ടോ അതിന്? നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ഇതിലുണ്ട്. എനിക്കറിയാം, എടുക്കുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും അത് മുട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറ്. എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട. പെട്ടെന്ന് കോടീശ്വരന്മാരാകാൻ പറ്റുന്ന ചില പരിപാടികളൊക്കെ ഉള്ളത്. പിന്നെ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലുകളായിരിക്കും. വെള്ളി മൂങ്ങയുടെ സ്മെല്ല്, അരപ്പട്ടിയുടെ സ്മെല്ല്, മോർച്ചറിയുടെ സ്മെല്ല്, ബ്ലഡിന്റെ സ്മെല്ല്, പെട്രോളിന്റെ സ്മെല്ല്, ഓയിലിന്റെ സ്മെല്ല്. മോർച്ചറിയുടെ സ്മെല്ല് വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് സെല്ല് ചെയ്യാറില്ല. ഇപ്പൊ ഈ ചാറ്റ് GPT പോലും എന്നെ കുറിച്ച് സെർച്ച് ചെയ്താൽ പറയും ഇയാളുടെ ഇന്റർവ്യൂ പോലും ഇല്ലാന്ന് പറയും. എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ തീർന്നില്ലേ? എന്തായാലും തീർന്നു. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വേറെ ഒന്നുമല്ല, സ്മെല്ല് നമുക്ക് ഭയങ്കര ഇമോഷണൽ കണക്ഷനുള്ളൊരു സംഭവമാണ്. നമ്മുടെ അച്ഛൻ്റെ സ്മെല്ല്, അനിയൻ്റെ സ്മെല്ല്, കുട്ടികളുടെ സ്മെല്ല്. പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ദൂരെ പോകുമ്പോൾ അല്ലെങ്കിൽ പലരും നമ്മളെ വിട്ടു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സ്മെല്ല് കിട്ടുമ്പോൾ അയ്യോ ഇതെൻ്റെ അച്ഛൻ്റെ സ്മെല്ലാണല്ലോ, അമ്മയുടെ സ്മെല്ലാണല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് പലതും തോന്നാറുണ്ട്. അതൊരു ഭയങ്കര ഇമോഷണലായിട്ടൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ദൈവം സഹായിച്ച് എന്താ പറയുക, കാലങ്ങളൊക്കെ മാറി വരുമ്പോൾ ആ സ്മെല്ല്, നമ്മളെ വിട്ടുപോയവരുടെ സ്മെല്ല് വരെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പെർഫ്യൂം വഴി, അത്തർ വഴി. അതെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പല സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൊരു ബെസ്റ്റ് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിയതിൽ കുറേ കഥയുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് ചോദിച്ച കറക്റ്റ് ഉത്തരം കിട്ടുന്ന ഒരാളെ തന്നെ നമ്മളിവിടെ കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിട്ട് കുറേ റീലുകളൊക്കെ കാണുന്നത് ഫ്രാഗ്രൻസ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു അത്തർ ഷോപ്പ്. എന്നിട്ട് പെർഫ്യൂമർ, വെസ്പ സഞ്ചാരി, പല രീതിയിൽ അറിയപ്പെടുന്ന ഒരാൾ സജീർ ഇബ്രാഹിം. അദ്ദേഹത്തെ തന്നെ നമ്മൾ പിടിച്ച് ഇവിടെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. വെൽക്കം ടു അവർ ഷോ. ഏതായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെ കിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ, നമ്മൾ കുറച്ചായി കോൺടാക്റ്റിൽ നിൽക്കുന്നത്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും അത്രയും അറിവുള്ള ഒരാളിനെ തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് കുറേ ആൾക്കാർ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, പേഴ്സണലി അല്ല, ഞങ്ങളൊരാളെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ അന്വേഷിക്കുന്നതിനപ്പുറം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു പോസ്റ്റൊക്കെ ഇടും, ഇങ്ങനെ ആരെങ്കിലും അറിയോ, ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തതാണ്. ഒരുപാട് സെലിബ്രിറ്റികളുടെ ഇടയിലൊക്കെ കാണുന്ന ഒരാളാണ്, ബന്ധമുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് എന്നാൽ പിന്നെ നിങ്ങളെ തന്നെ പൊക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, ഞാനൊരു റിക്വസ്റ്റ് ചെയ്യട്ടെ. ഞാൻ താങ്കളുടെ കൂടെ വന്ന ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കളെ ഞാൻ എപ്പോഴും കാണുന്നത് വേറൊരു കോസ്റ്റ്യൂമിലാണ്. അതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പേഴ്സണലി നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുന്നത് ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയായിരിക്കും. എപ്പോഴും വീഡിയോസിലൊക്കെ പ്രത്യക്ഷപ്പെട്ടെ താങ്കൾക്ക് അത് ഓക്കെ ആണ്, കംഫർട്ട് ആണെങ്കിൽ ജസ്റ്റ് എനിക്ക് ആ ഒരു കോസ്റ്റ്യൂമിൽ ഒന്ന് എന്റെ മുമ്പിൽ ഇരിക്കാമോ? ഓക്കെ, തീർച്ചയായിട്ടും ഇരിക്കാം. ഞാൻ നല്ലത് ആ കോസ്റ്റ്യൂമിൽ തന്നെ വരാം. ഓക്കെ, താങ്ക് യു. എന്തായാലും എനിക്ക് സന്തോഷമായി നിങ്ങളിങ്ങനെ കണ്ടപ്പോൾ. നിങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇത്തിരി കൂടെ എനർജി കയറുമല്ലോ, എനിക്ക് കാണിച്ചു തരാം അത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികൾക്കൊക്കെ, ഒരുപ്പെട്ടവർക്കൊക്കെ അവരൊക്കെ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഇതിന്റെ ഉറവിടം തപ്പിപ്പോയി കഴിഞ്ഞാൽ പലരുടെയും കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തി നിൽക്കും. ഇവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷനൊക്കെ വന്നത്? ഇവരായിട്ട് എനിക്ക് പണ്ടേ സിനിമ എന്ന് പറഞ്ഞ സംഭവം പണ്ടേ ഇഷ്ടമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതുപോലത്തെ ഒരുപാട് പേര് എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി ഈ ഒരു മേഖല. അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആൾ വരും, പിന്നെ അടുത്ത ആൾ അങ്ങനെ പോകും. മൗത്ത് പബ്ലിസിറ്റി. ഇപ്പോ ഒരു നടൻ, ഒരു പ്രമുഖ നടനോ നടി ആയിക്കോട്ടെ, ഇവരുടെ അടുത്തുള്ള ഒരു സ്മെല്ല് വേറൊരു പ്രമുഖ നടന് ഇഷ്ടപ്പെട്ടാൽ ഈ സെയിം അവിടെയും നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? അതാണ് എന്റെ പ്രശ്നം. അതായത് ഇവര് തമ്മിൽ ഒരു ശീതസമരമുണ്ട്. അതായത് ചെറിയൊരു ഈഗോ. കാരണം എത്ര ചങ്കും ആണെങ്കിലും സ്നേഹത്തോടെ പറയും. ചിലപ്പോൾ അറിഞ്ഞോണ്ട് തന്നെ പറയും, അവരവന് ചോദിച്ചിട്ടുണ്ടാ എന്റെ സ്മെല്ല് ആർക്ക് കൊടുക്കരുതാന്ന് പറയും.
അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന് വേറെ ആളത് പറയരുതെന്ന് പറയും. അതിപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിലൊന്നും അല്ല കേട്ടോ പറയണത്. കാരണം കോസ്റ്റ്ലിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന സംഭവം, കോസ്റ്റ്ലിയാണ്. ഏകദേശം എൻ്റേതായിട്ടുള്ള ഒരു എമൗണ്ടിലൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറയും, ഒരാൾക്ക് ചെയ്ത സ്മെല്ല് വേറെ ആൾക്ക് ചെയ്ത് കൊടുക്കൂല. അതായത് ഇത് കോഡ് ചെയ്തിടും. കോഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുള്ള സ്മെല്ല് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് അവരുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി അതൊരു ഫോൾഡറിലാക്കി ഞാൻ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കറക്റ്റ് ഈക്വലൈസ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ ഞാൻ അവർക്ക് ആ സ്മെല്ല് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ ആൾക്കുള്ള സ്മെല്ല് മറ്റാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്മെല്ലുകൾ. പിന്നെ ചില ആൾക്കാർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവും. അതായത് ഇന്ന സ്മെല്ലിനകത്ത് അത് ആഡ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. എൻ്റെ അടുത്ത് സജഷൻ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല, ചിലതിൻ്റെ കൂടെ ചിലപ്പോൾ പാലിൻ്റെ കൂടി അത് ചേരില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ചിലതിനെ കൂടെ അത് ചേരയില്ല, കഴിഞ്ഞാൽ ഉള്ള സ്മെല്ല് കൂടി ഇല്ലാതായി പോകും. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരെന്താ പറയുക, ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡെയിലി റുട്ടീൻ എടുക്കും. അപ്പോൾ അവരുടെ വേക്കപ്പ് ടൈം എടുക്കും, സ്ലീപ്പിംഗ് ടൈം എടുക്കും, അല്ലെങ്കിൽ വർക്കൗട്ട് ടൈം എടുക്കും, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി ആക്ടിവിറ്റീസ്, കുറേ പരിപാടിയുണ്ട്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങളും ഈ പരിപാടികളൊക്കെ ചെയ്യുന്നതാണല്ലോ. പക്ഷേ അവർക്ക് അറിയുന്ന പോലെ അല്ലെങ്കിൽ എനിക്കറിയുന്ന പോലെ ചിലപ്പോൾ അവർക്കറിയുന്ന ചില കാര്യങ്ങൾ എനിക്കും അറിയില്ല. അപ്പം എൻ്റേതായ രീതിയിൽ ഞാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലത്തെ ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെ മൂഡ് സ്വിങ്സ് നോക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് അവർ അറിയാലോ, കുളി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അക്വാറ്റിക് സ്മെൽസ് ആയിരിക്കും മിക്ക ആൾക്കാർക്കും ഇഷ്ടം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും. ബ്രേക്ക് ടൈം ആകുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം, അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. ചിലപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു ടീ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കോഫി ടീ, ആ ഒരു ടീ ബ്രേക്ക് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് പോണ ഒരു സംഭവം, അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ കുളിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ മൂഡ് അവരെ മാറും, ഭക്ഷണം കഴിക്കും, ടി വി കാണും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കും, പിന്നെ അവർ നൈസായിട്ട് ഉറങ്ങും. ഇതേപോലെ ഇങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ സെലിബ്രിറ്റീസിന് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ വീഡിയോസൊന്നും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. കാരണം വെച്ചാൽ അത് അവരായിട്ടുള്ളൊരു ടേംസ് ആണ്. കാരണം ഒരാളുടെ സ്മെല്ല് മറ്റുള്ള ആരാണ് ചെയ്ത് കൊടുക്കുന്നത് പോലും പറയാൻ പാടില്ല എന്നാണ് അവരുടെ ഇടയിലുള്ള സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ ശീതസമരം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ഈഗോ അല്ലെങ്കിൽ അവരിതായിരിക്കാം. അപ്പോൾ ഞാനത് പുറത്ത് പറയാറില്ല. അപ്പോൾ ഇന്ന ആൾക്ക് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ആളുകളുണ്ട്, പക്ഷെ അവർ വീഡിയോസോ കാര്യങ്ങളോ എടുക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് പേഴ്സണലായിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞാനത് പറയാറുണ്ട്, ഇന്നാളുടെ സ്മെല്ലാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലത്തെ ഡെയിലി റുട്ടീൻസ് കാര്യങ്ങളൊക്കെ എടുക്കും. ഇപ്പോൾ ഒരു ആക്ടർ ആണെന്ന് വെച്ചാൽ, ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചാൽ, അവർ ലൈം ലൈറ്റിൻ്റെ അകത്തായിരിക്കും ചില ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണത്. പിന്നെ പോകണമെന്ന് വെച്ചാൽ ക്രൗഡിൻ്റെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇവരുടെ ഡെയിലി റുട്ടീന് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിടും. മാർക്ക് ചെയ്തിട്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള സ്മെല്ലുകൾ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു ഫ്രഷ് സ്മെല്ല് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല്, വാം വേണമെന്ന് വെച്ചാൽ വാം സ്മെല്ല്, ഇപ്പോൾ ഒരു പാർട്ടി ഒക്കേഷൻസ് ആണെന്ന് വെച്ചാൽ അതിനുള്ള അനുസരിച്ചുള്ള നോട്ടുകൾ, അങ്ങനെ നോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ എല്ലാതും കൂടി ഫസ്റ്റ് ടെസ്റ്റ് ട്രയൽ ചെയ്യും. ഈ ട്രയൽ ചെയ്തിട്ട് അവർക്ക് ഞാൻ ഒരെണ്ണം കൊടുക്കും. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയും, ബ്രോ ഇതിൻ്റെ അകത്ത് ഇത്ര സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത്ര സ്ട്രെങ്ത്ത് കുറക്കാൻ വേണ്ടി പറ്റുമോ, എനിക്ക് ഇതിൻ്റെ അകത്ത് കളേഴ്സിൽ തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടണം, രാവിലെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ഒക്കെ ഇത് കാണുമ്പോൾ ഇത് കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്ന് പറയും. ചില ആൾക്കാർക്ക് ബോട്ടിൽ ക്രൈസ് ഉണ്ട്, ഫ്രാഗ്രൻസിൻ്റെ പോലെ തന്നെ. ചില ആൾക്കാർക്ക് ബോട്ടിൽ ക്രൈസ് ഇല്ല, പക്ഷെ ഇവർക്ക് ഇത് ക്യാരി ചെയ്ത് കൊണ്ട് നടക്കണം ഫുൾ ടൈം. അറിയാം, ഇതൊരു ഈഗോയുടെ ഒരു പ്രശ്നം കൂടിയും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യണ പോലെ ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ചില ആൾക്കാർ വൈറ്റും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു വൃത്തിയാണ്. അവർ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ചിലപ്പോൾ ഒരു തുടച്ച് ഇതാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ഇരിക്കുള്ളൂ. നമ്മുടെ നോർത്ത് 24 കാലത്തിലെ ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ പോലെ. അപ്പോൾ അതുപോലത്തെ ആളുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവരെത്ര പൈസ വരെ തരാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് ഈ സംഭവം കിട്ടണം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ട്രൈ ചെയ്തിട്ട് ശരിയാവില്ല, ചിലപ്പോൾ 5, 10, 12 തവണയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. കാര്യമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല, അത്രയും ക്രേസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഡയറക്ടറാണ് പുള്ളിക്കാരന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരു തവണ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ജസ്റ്റ് പറഞ്ഞ്, സജീറ ഞാൻ നിന്നറിയാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ജസ്റ്റ് നീ ആ ഡ്രോയർ കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഡ്രോയർ ഞാൻ ഇങ്ങോട്ട് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു കിളി പോയ പോലെയാണ്. കംപ്ലീറ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു ഷോപ്പിൻ്റെ, എൻ്റെ ഇവിടുത്തെ കാക്കനാടുത്തെ ഷോപ്പിൻ്റെ അത്രയും കളക്ഷൻസ് ഉണ്ടാവും ചിലപ്പോൾ.
ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്മെല്ലുകളായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് റീലുകൾ ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിൻ്റെ, നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ പുതിയ സ്റ്റോറിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ കഞ്ചാവിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതായത് അങ്ങനത്തെ സ്മെല്ലുകൾ, വെള്ളി മൂങ്ങയുടെ സ്മെല്ല്, മരപ്പട്ടിയുടെ സ്മെല്ല്, അതൊക്കെ ചോദിക്കും, മോർച്ചറിയുടെ സ്മെല്ല്, ബ്ലഡിന്റെ സ്മെല്ല്, പെട്രോളിന്റെ സ്മെല്ല്, ഓയിലിന്റെ സ്മെല്ല്, അങ്ങനെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അതായത് സൈക്കോ, ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പോലെയല്ല, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മളുടെ ഒരു രൂപം മിററിൽ എങ്ങനെ കാണുന്നത്, അതാണ് ശരിക്കും നമ്മൾ. ഞാൻ പേഴ്സണലി ചോദിക്കട്ടെ, ഈ മോർച്ചറിയുടെ സ്മെല്ല് വേണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത് സെല്ല് ചെയ്യാറില്ല. ഞാൻ സെല്ല് ചെയ്യണത് തന്നെ എനിക്കത് ഞാൻ്റെ ഒരു കളക്ഷനാണ്. ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ദുബായിലാണെങ്കിലും നാട്ടിലാണ് എൻ്റെ സ്റ്റോറുകളും കംപ്ലീറ്റ് ഉള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ മുംബൈ, ഗുജറാത്ത്, അഹമ്മദാബാദിലൊക്കെ അവിടെ ഇവിടെ അതുപോലത്തെ ഇഷ്ടംപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഹൈദരാബാദ്, ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ പോകുന്ന ചില ആൾക്കാർ എനിക്ക് ഭ്രാന്താണെന്നാണ്. കാരണം ചില കൂടെ എനിക്ക് വെസ്പാ സഞ്ചാരി എന്നുള്ളൊരു പേരും ഉണ്ട്. അപ്പോൾ എനിക്ക് അവൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിലതെടുത്ത് അവൻ വ്ളോഗ് ചെയ്യും, ചിലടുത്ത് സ്റ്റോറി ഇടും, ചിലടുത്ത് അവനക്ക് എന്തോ ഭ്രാന്താണ് എന്ന് വിചാരിക്കും. പക്ഷെ ഞാനിത് പോകണതൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ മറ്റേ ഉസ്താദുമാരെ കണ്ടെത്താന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിൻ്റെ ആയിട്ടുള്ള ആളുകളുണ്ട്. അതെനിക്ക് എങ്ങനെയും ഡാറ്റ എങ്ങനെയൊക്കെ കിട്ടും, എവിടെന്നെങ്കിലും കിട്ടും. ഞാൻ ഇവരെ കാണാൻ വേണ്ടി പോകും. അവരുടെ ഇടയിൽ റയർ ആയിട്ടുള്ള നോട്ട്സുകൾ ഞാൻ കളക്ട് ചെയ്യും. അതിപ്പോൾ ഒരു മഡിൻ്റെ സ്മെല്ല്, ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് നമ്മുടെ യൂസഫ് ഭായ്, ദുബായിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പുള്ളിയുടെ ഇല്ലാത്ത പോലും ചില കളക്ഷൻസ് എനിക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടാറുണ്ട്. പല സ്മെല്ലുകൾ, ഇഷ്ടികയുടെ സ്മെല്ലൊക്കെ ഇല്ലേ, നമ്മുടെ ഇഷ്ടികയുടെ സ്മെല്ല്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ അവിടെ നിർത്തിക്കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സംഭവം. നമ്മളിപ്പോൾ ഒരു ബിരിയാണി വെക്കണ ഏകദേശം എത്ര ടൈം എടുക്കും? നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അതിനേക്കാളും കൂടുതൽ സമയം എടുത്ത് എനിക്കൊരു ബിരിയാണിയുടെ സ്മെല്ല് ഉണ്ടാക്കാനായിട്ട്. ചിലതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും, ഇപ്പം കിടന്ന് തള്ളി വിടണാണ്, ഇതിപ്പോൾ അവിടെ നിന്ന് കിട്ടുമല്ലോ ഇവിടെ നിന്ന് കിട്ടുമല്ലോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടാത്ത ഒരുപാട് സ്മെല്ലുകളുണ്ട്. അത് നമ്മളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ശില്പി ഒരു രൂപം മരത്തിൽ കൊത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കണ്ണ് അല്ലെങ്കിൽ മൂക്ക്, അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കുമല്ലോ. അതുപോലെ തന്നെ അതെൻ്റെ മൈൻഡിലുണ്ടാവും, ഇന്ന സംഭവം ഇത്ര റേഷ്യോയിൽ ചേർത്താൽ മാത്രമേ ആ ഇന്നൊരു സാധനം കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അത് മറ്റുള്ള ആളുകൾ എങ്ങനെയായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൊരു ചിത്രം വരച്ചിട്ട് ഒരു മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഞാനത് വരച്ചല്ല എന്നിട്ട് മറ്റുള്ള ആൾക്കാർ കാണുന്നത് ശ്രീനിവാസനായിട്ടാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളായിട്ടായിരിക്കും. ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന സംഭവങ്ങൾ മറ്റുള്ള ആളുകളെ എങ്ങനെ കാണും അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളുടെ ഡെയിലി റുട്ടീൻ എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ബിഹേവിയർ അടക്കം, ഇപ്പോൾ ഇമോഷൻസ്, ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചില ആളുകൾ നമ്മൾ ചിരിച്ചിരിക്കുന്ന ആളുകളായിരിക്കും സെലിബ്രിറ്റീസ്. അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ കമ്പനി ആയി കഴിഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ അടുത്തറിയുമ്പോഴാണ്, അതായത് മഹാന്മാരെ അടുത്തറിയുമ്പോഴാണ് അവരുടെ ഉള്ളിലെ വീണോടെ എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ ചിലപ്പോൾ അങ്ങനത്തെ ലൈഫായിരിക്കും. അപ്പം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അയാൾ ആ സ്മെല്ലല്ലേ യൂസ് ചെയ്യണത്, അയാളെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇവരെ കൊടുത്ത് കുറച്ചുകൂടി കൂടുതൽ അറിയാനായിട്ട് പറ്റും, പേഴ്സണലി ഇവരായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ആൾ സെലിബ്രിറ്റി തന്നെയാണ്, പുള്ളിക്ക് ഞാൻ എല്ലായിടത്ത് വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രഷറും പരിപാടികളൊക്കെ ഉള്ളേ, നീ എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. പറഞ്ഞാൽ എനിക്കറിയാം, വേറൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ ആൾക്ക് ഗ്രീനിഷ് ആയിട്ടുള്ള സ്മെല്ല്, പച്ചലകളുടെ സ്മെല്ല് ഉണ്ടല്ലോ, അതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഈ പച്ചലയുടെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര കാം പരിപാടി പിടിപ്പിക്കും. അതായത് ഇപ്പോൾ ആ സ്മെല്ല് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാരുണ്ടല്ലേ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾക്കത് ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ പുള്ളി നീ എങ്ങനെ അറിഞ്ഞാൽ പറഞ്ഞു, ഈ സാധനം വെച്ചിട്ടൊരു സാധനം ഞാൻ ചെയ്തുതരാം, യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്തുണ്ടാ സാധനം കൊള്ളാട്ടാ, അല്ലേ പ്രാന്തിനിക്കണമെങ്കിലും കൂടിയിട്ട്. പക്ഷേ ഈ സാധനം വന്നപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ട്, പരിപാടികളൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, അല്ല നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ചാറ്റ് GPT പോലും എന്നെ കുറിച്ച് സെർച്ച് ചെയ്താൽ പറയും ഇയാളുടെ ഇന്റർവ്യൂ പോലും ഇല്ലാന്ന് പറയും. എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർന്നില്ലേ, എന്തായാലും തീർന്നു. ഇപ്പം അതിലോട്ട് ചോദിക്കാൻ ഒരു ഡൗട്ട് ഒക്കെ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പല പല സ്മെല്ലുകൾ, ഈ ഇപ്പം ബ്രോയ്ക്ക് തോന്നിയേക്കുന്ന വെറൈറ്റി സ്മെല്ലുകൾ നേരത്തെ ലിസ്റ്റ് പറഞ്ഞു. ഒന്നും കൂടി പറയാം, എന്തൊക്കെയാണ് ബ്രോയ്ക്ക് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയേക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സമീപിച്ചേക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ലുകൾ ആൾക്കാർ ചോദിച്ചേക്കുന്നത് ഏതൊക്കെ?
വെറൈറ്റി ആയിട്ടുള്ള സ്മെല്ല് എന്ന് വെച്ചാൽ ചിലവർക്ക് വേരില്ലേ, വേര് മരത്തിന്റെ പച്ച മറ്റേ വേരിന്റെ സ്മെല്ല് വേണം. മണ്ണിന്റെ സ്മെല്ല് ഓൾറെഡി ഉണ്ട്, മഡ് ചെളി അതിനൊക്കെ സാൻഡിൻ്റെ ഒക്കെ സ്മെല്ല് ഓൾറെഡി ഉണ്ട്. ഈ വേരിന്റെ സ്മെല്ല് എങ്ങനെ കിട്ടും എന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മളെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ വേരിന്റെ സ്മെല്ല് അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ ഞാനത് പോകാന്ന് വെച്ചാൽ മണ്ണ് ഒരു ഘടകമാണ്. അതിന് കൂടെ തന്നെ ഒരു പച്ചപ്പ് കിട്ടണം. അതിൻ്റെ കൂടെ വെച്ചാൽ പച്ചപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നനവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഇല്ലേ, സാധാരണ കഴിക്കുന്ന ക്യാരറ്റ്, അത് നമ്മളിപ്പോൾ മൂന്നാർ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അടക്കിയെടുത്ത് വെച്ചിട്ടാണ്. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ വേരിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെതും ആ ക്യാരറ്റിന് ഒരു ടേസ്റ്റ് ഉണ്ട്. അതും കൂടി ആകുമ്പോഴാണ് അതിൻ്റെ ഈക്വൽ ആവുന്നത്. അതുപോലെ തന്നെ ഈ പച്ചപ്പും ഈ മണ്ണും കൂടിയിട്ട് ചേർന്നിട്ടുള്ള സംഭവമുണ്ട്. അതും കൂടി ഈക്വൽ റേഷ്യോയിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ഗ്രീനിഷ് ടോൺ കൊടുത്ത് അവർക്ക് ആ ഒരു വുഡിൻ്റെ ഒരു ഫീലും കൂടി കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആ പച്ച വേരിൻ്റെ സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ പല പല വെറൈറ്റി സ്മെല്ല് ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഞെട്ടിയ നേരത്തെ മോർച്ചറിയുടെ സ്മെല്ല് ഇങ്ങനത്തെ ഫാൻറ്റസി ഒക്കെ ഉണ്ടല്ലോ ഓരോരുത്തർ. മോർച്ചറിയുടെ സ്മെല്ല് ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കൊണ്ട് ഞാൻ വന്നപ്പോൾ ആൾക്ക് കാണിച്ചിട്ട് തന്നെ വീഡിയോ ഉണ്ട്. ഭയങ്കര രസമായിരുന്നത്. ഒരു കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം. അപ്പോൾ ഡോക്ടർ കറക്റ്റാണ് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ അവരൊക്കെ വിസിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടാവില്ല, മറ്റേ അവരെ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ പരിപാടി ഉണ്ടാവില്ല, ആ സമയത്തൊക്കെ കറക്റ്റാണ് അതിനകത്തൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടണം അതേ സ്മെല്ല്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫീലാണല്ലോ ശരിക്കും പറഞ്ഞാൽ, പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. തീർച്ചയായിട്ടും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ എനിക്ക് ആ ഒരു പഴയ ക്ലാസ് റൂം വരെയും എനിക്ക് മാച്ചായി. പിന്നെ ബ്ലഡ് പിന്നെ അറിയാം, അവരിപ്പോഴും അത് മാനേജ് ചെയ്തിട്ട് നിൽക്കുന്ന സംഭവമല്ലേ ബ്ലഡിൻ്റെ കേസ് എന്നൊക്കെ പറയും. നമുക്ക് ബ്രോയ്ക്ക് പേഴ്സണലി ഒന്ന് കേട്ടപ്പോൾ ഒന്ന് പേടിക്കുക ടെൻഷൻ ആവുകയും ചെയ്തേക്കുന്ന ഏത് സ്മെല്ല് ചോദിച്ചപ്പോഴാണ് ഒരു കസ്റ്റമർ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ബ്ലഡും അല്ലെങ്കിൽ മോർച്ചറിന്റെ സ്മെല്ല് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. അതൊക്കെ വലിയ വലിയ പെർഫ്യൂമേഴ്സ് സെറ്റ് ചെയ്തിട്ട് അവർ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതിന് നമ്മ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും പിതൃത്വം എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ അത് വെച്ചിട്ട് അതായത് ഇങ്ങനത്തെ നോട്ട്സുകൾ കിട്ടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമാണ് എൻ്റെ ജോലി. എൻ്റെ പ്രൊഫഷൻ അതാണ്, എൻ്റെ പാഷൻ അതാണ്, എൻ്റെ ബിസിനസ്സും അതാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഞാനെൻ്റെ ബിസിനസ് ഒരിക്കലും നോക്കാറില്ല. അത് ശരിക്കും ഇമോഷൻസ് ആണ്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പല ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇമോഷൻസ് ബിസിനസ്സിൽ പാടില്ല എന്ന് പറയും. പക്ഷേ ചില ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2021 22 അറിയില്ല, ഞാൻ നമ്മുടെ കാക്കനാടത്തെ സ്റ്റോറിൽ അന്നുണ്ട്. അന്ന് ഞാൻ ഷോപ്പിൽ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ വന്നിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്ന് ഓൾറെഡി സജീർ കാണുമെന്ന് വെച്ചാൽ അതേന്ന് എൻ്റെ പേര് എന്തോ നിഷാന്ത എന്തോ പേര് പറഞ്ഞ് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്താ പ്രത്യേകിച്ച് ഇല്ല, ഞാൻ ചെറിയൊരു കാര്യം പറയാൻ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ജസ്റ്റ് കണ്ണിന്നൊക്കെ വെള്ളം വെച്ചാൽ അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു ഈ ഷർട്ട് വന്ന് നോക്കാന്ന് വെച്ചാൽ പറഞ്ഞു ആ ഷർട്ട് നോക്കാം, ഈ ഷർട്ടിൻ്റെ ഇതിൻ്റെ സ്മെല്ലൊന്നും ചെയ്തിട്ട് പറഞ്ഞു. ഞാൻ ഭയങ്കര പെർഫ്യൂമറൊന്നുമല്ല, ഭയങ്കര വലിയ പെർഫ്യൂമറൊന്നുമല്ല, എനിക്ക് ഷർട്ടിൻ്റെ സ്മെല്ല് വെച്ചിട്ട് നോക്കാനൊന്നും ഇതൊന്നുമില്ല. പറഞ്ഞു അല്ലേ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് അടിച്ച സ്മെല്ലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോയെന്ന് ചോദിച്ചു. പറഞ്ഞു കുറച്ച് നേരം നല്ല ലാസ്റ്റിംഗ് ഉള്ള ഫ്രാഗ്രൻസ് ആണ്, ആൾക്ക് ടോക്സിക് അല്ലാത്ത ബോഡിയാണെന്ന് വെച്ചാൽ അല്ല ഞാൻ ഷർട്ടായിട്ട് വന്ന് എന്താണെന്ന് വെച്ചു വല്ല ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് വെച്ചാൽ ഗിഫ്റ്റല്ല പോയി പോയി ആ ഷർട്ടിൻ്റെ ഓണർ പോയി പോയി. പുള്ളിക്കാരന് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവന് പരിപാടികളൊക്കെ പെട്ടെന്നായിരുന്നാണ്, മോർച്ചറി പരിപാടികളൊക്കെ കയറ്റി ഷർട്ട് പിന്നെ കയ്യിൽ കിട്ടി. എനിക്ക് ആ സ്മെല്ല് വേണം. എനിക്ക് സ്മെല്ല് നോക്കിയപ്പോൾ ഏകദേശം മനസ്സിലായി, ഒരു മസ്കി ഒരു ടച്ചായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇപ്പോഴത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള പോലെ അടിച്ചുപൊളി പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസിൻ്റെ സ്മെല്ലാണത്. 2 എണ്ണം കൂടി കിട്ടി, സെറ്റ് ചെയ്ത് ഞാനത് ചെയ്തു കൊടുത്ത് കെട്ടിപ്പിടിച്ച് വന്നിട്ട് എത്ര വേണമെന്ന് വെച്ച് ഇല്ല നീ പോയിക്കോളാം പറഞ്ഞു. അപ്പോൾ അടുത്ത് തന്നെ വേറെ ഫാമിലീസ് ഇരിക്കുന്നുണ്ട്. സജീർ എന്താ അറിയുന്നതും കൂടിയാണ്. സജീർ എന്താ പറഞ്ഞു ഇല്ല അത് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്ന അല്ല ഞാൻ നാളെ മെസ്സേജ് ചെയ്ത് ചോദിച്ചത് ഇതുപോലെ ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞെന്ന് വെച്ച്. കാരണം ആൾ പോയിട്ട് അധികം ടൈമായിട്ടില്ല, മരിച്ച അപ്പം തന്നെയാണോ ഷർട്ട്? എത്ര ടൈമായിട്ടുള്ളൂ, എത്ര ഒരു എനിക്ക് തോന്നുന്നു അധികം ടൈമായിട്ടില്ല. ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ്. പിള്ളേരറിയാലോ, നമുക്ക് ഞാനും ഇതുപോലത്തെ ഇതിലൊക്കെ വന്നുകൊണ്ട് നമുക്ക് ഉപദേശിക്കാൻ നമ്മൾ ആൾക്കാരില്ല, എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, നോക്കി പോകണം. അല്ലെങ്കിൽ മരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരനാണോ പറഞ്ഞു ഇനിയിപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് ചിലപ്പോൾ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ
ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാലേ അവൻ ബ്രോനെ വിളിക്കണമെങ്കിലും അവൻ പറഞ്ഞു നാളേക്കലേക്ക് എടുക്കുള്ളൂ എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് വേറൊന്നല്ല, നമ്മളിപ്പോൾ മനുഷ്യന്മാരാണ്, നമ്മൾ മരണത്തിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു പോകും. നമുക്കിഷ്ടംപോലെ ഓർമ്മകളുണ്ടല്ലോ, നമ്മൾ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വിശ്വാസം. പക്ഷേ നമുക്കൊക്കെ അങ്ങനത്തെ സ്വന്തം നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് ഇതാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിത് ഇവ മുമ്പേ പറയണമെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അല്ല, നമ്മൾ ജോലിയാണ് അത് ചെയ്തു കൊടുക്കണം. പക്ഷേ ഞാൻ എന്നാലും അവനോട് അത്ര തിരക്ക് പിടിച്ചല്ല, നീ പിന്നെ ഫ്രീ ആയിട്ട് വന്നാൽ മതി എന്നുള്ളതൊന്നും പറയില്ല. എന്തോ ചില പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഇപ്പോൾ രേണുസുതി അവർ ആ ഒരു പെർഫ്യൂം ലക്ഷ്മി നക്ഷത്രം ഗിഫ്റ്റ് ചെയ്തപ്പോൾ അത് ഭയങ്കര വാർത്തയാവുകയും അന്ന് ഭയങ്കര സംഭവമായിരുന്നു. അതായത് ഒരാളുടെ സ്മെല്ല് അങ്ങനെയാണ് ഇവിടെ പലരും അറിയുന്നത്. ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും പലർക്കും ഇങ്ങനെ ഒരാളുടെ സ്മെല്ല് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന്, അതാണ് പിന്നെ ട്രെൻഡിലേക്ക് വന്നത്. ശരിക്കും ഇപ്പോൾ അങ്ങനെ വരാറുണ്ടോ ഒരുപാട് ആൾക്കാർ? ഒരുപാട് പേര് യൂസഫ് ഭായിയുടെ അടുത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യൂസഫ് ഭായി ഈ വീഡിയോ ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ സംഭവം. യൂസഫ് ഭായിയുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് കഴിക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെ സ്മെല്ല് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ വെച്ചാൽ അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസഫ് ഭായ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു കഴിവാണ് ശരിക്കും. കാരണം കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് പോലെ പുള്ളിക്കാരൻ എന്തെങ്കിലും സീക്രട്ട് മെത്തേഡ്സ് ഉണ്ടാവാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി റുട്ടീനൊക്കെ എടുക്കുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും സീക്രട്ട് മെത്തേഡ്സ് ഉണ്ടാവാം. പിന്നെ എല്ലാ സ്മെല്ലിലും ബേസ് ആയിട്ടുള്ള ഒരു, ഞങ്ങളുടെ രീതിയിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ബേസ് ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഇമോഷൻസ് കൂടി കയറുമ്പോഴാണ് ശരിക്കും ഈ മരിച്ച ആളുകളെ സ്മെല്ലൊക്കെ കിട്ടുന്നത്. അതൊരു കഴിവാണ്. അത് ശരിക്കും പല ആളുകൾ അതിനെ ട്രോളിയിട്ടൊക്കെ ഒരുപാട് ഞാൻ സംഭവങ്ങൾ കണ്ട്. കാരണം വെച്ചാൽ അത് ആ ഒരു പ്രൊഫഷനിൽ ഈ ഒരു ഇതുപോലത്തെ ഒരു സാധനത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോഴേ അതിൻ്റെ ഇത് അറിയുള്ളൂ. നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളെ നെഞ്ചത്താണ് കൊള്ളുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആ സംഭവം ചെയ്യുന്നത് എന്തായാലും കിട്ടും. പുള്ളിക്കാരൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും. കാരണം ഇത്രയും മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരനെ. നമ്മളെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ അതിൽ ദ്രോഹിച്ചിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കഴിവ് തന്നെയാണ്. അത് അവർ അംഗീകരിച്ചല്ല. പിന്നെ നാട്ടുകാർക്ക് അതാണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ എൻ്റെ അടുത്ത് വരാറുണ്ട്. എൻ്റെ അടുത്ത് പറ്റുന്ന സ്മെല്ലുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ പയ്യൻ്റെ അടുത്ത് ഞാൻ പറയായിരുന്നു എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷെ കിട്ടും. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു 3 മാസം മുതൽ 6 മാസം വരെയും കിട്ടും ഈ ഒരു സ്മെല്ല് കിട്ടും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫ്രാഗ്രൻസ് എടുത്തിട്ട് പഴയ ഫ്രാഗ്രൻസുകൾ ഇരിക്കും തോറും വീര്യം കൂടും ചില ഫ്രാഗ്രൻസുകൾ. അതുപോലെ തന്നെ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റായിട്ടുള്ള പ്ലേസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്തോ ഈ ഫ്രാഗ്രൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കെട്ടുപോകുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കേടായി പോകും, അതായത് കംപ്ലീറ്റ് ആയി പോകും. കാരണം വെച്ചാൽ അതിൻ്റെ ടോൺ മാറും. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ എത്തനോൾ കണ്ടന്റ്, ഇപ്പോൾ പല നമ്മുടെ ആൽക്കഹോൾ ഉണ്ട്, അതായത് ഫ്രാഗ്രൻസിൽ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ അതായിരിക്കും ചിലപ്പോൾ കയറി നിൽക്കുന്നത്, അങ്ങനെ കട്ടായി പോകും. അതുപോലെ തന്നെ ഈ ഡ്രസ്സിൻ്റെ ഇതിലോ അതെ ഒരു പരിധി വരെയും സ്മെല്ലിൽ നിൽക്കും, അതിനകത്ത് നിൽക്കും. പിന്നെ കിട്ടണം നമുക്കൊരു ഓഫ് സ്മെല്ല്, അതായത് വേറൊരു രീതിയിലുള്ള സ്മെല്ലായിരിക്കും. അതൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വരുന്ന കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ അലമാരികളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് കിട്ടും. ആ സ്മെല്ല് നമ്മൾ വീട്ടുകാരെടുത്ത് ചോദിച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയില്ല, അവർ പറയും ഇന്ന സ്മെല്ലാണെന്ന് പറയും. ചിലപ്പോൾ ഒരു ബ്രൂട്ടിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും സ്മെല്ലായിരിക്കും. ചിലപ്പോൾ വല്ല ഓൾഡ് സ്പേസിൻ്റെ ഒക്കെ മറ്റേ ഷേവിങ് ഫോമിൻ്റെ മറ്റേ ജെല്ലിൻ്റെ അതിൻ്റെ സ്മെല്ലടിക്കുന്നു. പക്ഷെ അത് നമ്മൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നോക്കുമ്പോൾ പിന്നെ അത് കിട്ടണില്ല. കാരണം വെച്ചാൽ അത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, പ്രായമാവണ പോലെ തന്നെ അതിനും പ്രായമാവും, ടോണിലൊക്കെ വ്യത്യാസം വരും. ഈ വേറെ രസകരമായിട്ടുള്ളൊരു സംഭവം പല കാലത്തും കേട്ടിട്ടുള്ളതാണ്, ഒരു പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്മെല്ല്. അത് അന്വേഷിച്ച് വരാറുണ്ടോ ആൾക്കാർ? സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ ചിലർ പറയും, അയ്യോ നിങ്ങൾക്കറിയുന്ന കാര്യം ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരില്ല. ചിലപ്പോൾ പെർഫ്യൂം ഷോപ്പ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ചെയ്യുന്ന ആളുകൾ എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട് ചോദിച്ചിട്ട്. അപ്പോൾ ചില സീക്രട്സിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചില സീക്രട്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങളെന്നാലും നമ്മൾ പറയില്ല. കാരണം അതാണ് നമ്മുടെ ഓണായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ളൊരു സംഭവം. ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം, ഇത് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ പരിപാടിയാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് ഓപ്പോസിറ്റ് അട്രാക്ഷൻ ഫ്രാഗ്രൻസസ്. അതായത് സെക്സ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ കാറ്റഗറി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആകുമ്പോൾ വരുന്ന സ്മെല്ലിന്റെ ഒരു സംഭവമാണ്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് അട്രാക്ഷൻ സ്മെല്ല്. ഇപ്പോൾ നിങ്ങൾ അടിക്കുന്ന ഫ്രാഗ്രൻസ് ഓപ്പോസിറ്റ് ഒരു ലേഡിയാണ് ഇരിക്കുന്നതിരിക്കുക ഉപയോഗിച്ച ഈ ഫ്രാഗ്രൻസ് ജെൻസിന്റെ ഫ്രാഗ്രൻസ് ആണത്. ഓട്ടോമാറ്റിക്കലായിട്ടാണ് നമ്മൾ ചോദിക്കും, ഈ ലേഡിയുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ ഏത് ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ന് ഞങ്ങൾ അത് ആണുങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ആണല്ലോ. ഞാൻ ഒരു ബ്രാൻഡിൻ്റെ സാധനം നിങ്ങൾ അത് ലേഡീസ് ഫ്രാഗ്രൻസ് അല്ല, അത് ജെൻസ് ഫ്രാഗ്രൻസ് അല്ലേ. അപ്പോൾ അതിനിപ്പോൾ എന്താണ്
സംഭവം കിട്ടിയാ കണക്റ്റാ കണക്ഷൻ കിട്ടി. അതുപോലെ തന്നെ ഈ ലേഡി യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ശ്രീനാഥ് ബ്രോ യൂസ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ ഒരു കാരോലിൻ ഹെയറിൻ്റെ ഒരു ഗുഡ് ഗേളിൻ്റെ ഫ്രാഗ്രൻസാ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടം ബ്രാൻഡാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പോലെ ബ്ലൂ ലേഡിയുടെ സ്മെല്ല, ഇപ്പോൾ നോർമൽ ബ്ലൂ ലേഡിയുടെ സ്മെല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, അങ്ങനത്തെ സ്മെല്ലുകൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. അടാ അടിപൊളിയുള്ള നല്ല സ്മെല്ലുണ്ടല്ലോ എന്ന് ചോദിക്കും. കൊള്ളാനുള്ള സ്മെല്ല്, ഇത് ലേഡീസിൻ്റെ അല്ലേ? ഓ, ആ ഒരു കണക്ഷൻ ഇതാണ് ഓപ്പോസിറ്റ്. ഓ ഓ ഓ എന്റെ അറിവിൽ ഇതാണ് സംഭവം. ഇനിയിപ്പോ എന്നെ ട്രോള് എന്തെങ്കിലും ചെയ്തോട്ടെ കുഴപ്പമില്ല. എന്റെ അറിവിൽ ഇതാണ് സംഭവം. ഞാൻ സെല്ല് ചെയ്യണ ഓപ്പോസിറ്റ് അട്രാക്ഷൻ ഫ്രാഗ്രൻസ് ഇതാണ്. ഇനിയിപ്പോ ഇത് അങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് ഇപ്പൊ പറഞ്ഞത് ഇന്നുകൊണ്ട്. അതെ അതെ. പിന്നെ എന്റേതായ രീതിയിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഫാക്ടറി FFLന്റെ സ്റ്റോറുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വേറൊരു സംഭവം കൂടി ഞങ്ങളുടേതായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ കയറ്റി വിടും. അപ്പൊ അത് ഓക്കെ. ഇതൊരു ശരിയാട്ടോ, ഇങ്ങനൊരു സംഭവം നമ്മൾ തന്നെ നോക്കിപ്പോ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ. അതേപോലെ ഈ സെക്ഷലി അട്രാക്ഷൻ വരുന്ന സ്മെല്ലും അങ്ങനെയുണ്ട്. അതിൽ ഇപ്പോൾ സെഡക്ഷൻ സ്മെൽസുകൾ, സെഡക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലുകളുണ്ട്. ഇപ്പം ഈ ചോക്ലേറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിന്റെ സ്മെല്ല്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ വൃത്തികേടായിട്ട് ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ നമ്മൾക്ക് കുറേ ആഡ്സുകൾ നമ്മൾ കാണാം, കോണ്ടംസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവത്തിനൊക്കെ കാണാം. അതിനകത്ത് ഫ്ലേവറാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം. അതായത് ഇപ്പം എനിക്കൊരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോവുക അതിനകത്തേക്കായിരിക്കും. അപ്പോൾ ഈ അതായത് സെക്സ് ഫ്രാഗ്രൻസ് എന്നുള്ള രീതിയിലുള്ള സാധനത്തിൽ ഞാൻ ഫസ്റ്റ് പോകുമ്പോൾ ഞാൻ ചൂസ് ചെയ്യണത് അതിൻ്റെ ഏതെങ്കിലും സ്മെല്ലായിരിക്കും ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യണത്. അത് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടി ഇപ്പോൾ ചിലപ്പോൾ ഈ ഹണി ഗ്രേഡ് ഫ്രാഗ്രൻസസ് ഉണ്ട്. ഹണി ഗ്രേഡ് ലോഷൻ ടൈപ്പ് എന്ന് പറയും. ഇപ്പോൾ ഈ ലോഷൻ ടൈപ്പ് ഫ്രാഗ്രൻസിൻ്റെ അകത്ത് ഈ ഒരു സ്മെല്ലും കൂടി ആഡ് ചെയ്തിട്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ഓക്കെ. അതിപ്പോൾ ഞാൻ പുറത്ത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ, പുറത്ത് ചില കമ്പനികൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വൈറ്റ് ലാബലിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില വലിയ കമ്പനികൾക്ക് ഞാൻ വേണ്ടിയിട്ട് സ്മെല്ലുകൾ ഞാൻ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. പേഴ്സണലൈസ്ഡ് ബ്രാൻഡ് ചെയ്യുന്ന UAE സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്, പുതിയ ഫ്രാഗ്രൻസ് ഒക്കെ തുടങ്ങും. അവർക്ക് ചിലർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ നോട്ട്സ് കൊടുക്കും, എൻ്റെ എമൗണ്ട് വാങ്ങും. അപ്പോൾ ഇതുപോലത്തെ സ്മെല്ല് സജഷനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലപ്പോൾ വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരന്മാർക്ക് കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് ഒക്കെ അവർക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ പരിധി ഉണ്ട്. അവർക്കൊക്കെ വേറെ രീതിയിലുള്ള സ്മെല്ലുകളായിരിക്കും പോകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ചോദിച്ചു വരാറ്. പിന്നെ സെൽഫായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചുറ്റുമുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അങ്ങനത്തെ സ്മെല്ലുണ്ട് ഇല്ലേ? ഒരാള് ഇപ്പൊ 3-4 ദിവസമായി അവിടെ എൻ്റെ ഫോൺ എടുത്ത് വെച്ചാൽ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും, ചേട്ടൻ എനിക്കിട്ട് താങ്ങിയത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്മെല്ല് ചോദിച്ചു നടക്കുന്നുണ്ട്. മരപ്പട്ടിയുടെ സ്മെല്ല്, മരപ്പട്ടിയുടെ സ്മെല്ല്, വെള്ളിമൂങ്ങയുടെ സ്മെല്ല്. എനിക്ക് തോന്നുന്നത് ലോകത്ത് കുറച്ച് ബാഡ് സ്മെൽസുകളുടെ ഒരു കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും കൂടുതൽ ആ ഒരു ടോപ്പ് ലെവലിൽ വന്ന് നിൽക്കുന്ന ഫ്രാഗ്രൻസ് ഈ സ്മെല്ലുകളാണ്, ഇങ്ങനത്തെ സ്മെല്ലുകൾ. ഇതിനൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈ കഴിഞ്ഞാൽ പോകില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോഴിക്കോട്ടിൽ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും, വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കോഴിയുടെ മുട്ടെടുക്കാനൊക്കെ നമ്മൾ കൈയിടൂലേ, അപ്പൊ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടും, ഒരു കോഴി കാഷ്ടവും മറ്റുള്ള സംഭവം. അതുപോലത്തെ ഒരു സംഭവമാണ്. അതൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നതല്ലേ, ഇതെല്ലാം സ്മെല്ല് ചെയ്യുമല്ലോ. ഇത്രയും സ്മെല്ലുകളൊന്നും കിളി പോകില്ലേ? കിളി പോകുമെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില ഫ്രാഗ്രൻസുകൾ കയ്യിൽ നിന്ന് പോകില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്മെല്ല് ഞാൻ ഉണ്ടാക്കി, റയറായിട്ടുള്ള സ്മെല്ല് ഉണ്ടാക്കി. അത് സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുത്തത്. പക്ഷേ ഞാനത് വന്നിട്ട് ഇവിടെ പിള്ളേരൊക്കെ പറയണ്ടായിരുന്നു, അത് ചെയ്തു പോയിട്ട് രാവിലെ ഞങ്ങൾ ഡോറൊക്കെ തുറന്നിട്ട് AC ഇതിൽ ഇങ്ങനെ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം അത്രത്തോളം ആ ഒരു സ്മെല്ലുകൾ നിൽക്കും, ചില സ്മെല്ലുകൾ നിൽക്കും. ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പോലീസുകാരൊക്കെ വരാറുള്ളത് ഞങ്ങളുടെ ഷോപ്പിൽ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ അവരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് വരുന്നതാണ്. ചോദിക്കണ്ടാ ഇതിൻ്റെ അകത്ത് എന്താണ്ടാ, മനസ്സിലായ സംഭവം ഏതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ കിട്ടില്ല. ഇതിൻ്റെ ഈ പരിപാടിൻ്റെ അതൊക്കെ ചോദിക്കും. പറഞ്ഞ സാറേ ഇതാണ് സംഭവം, ഇത് കറക്റ്റാണല്ലോ പോലീസുകാർ അല്ല. ഇതൊക്കെ ഈ പറയുന്ന കഞ്ചാവിന്റെ സ്മെല്ലൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ല് സ്പ്രെഡ് ഞാനിപ്പോൾ അത് സ്മെല്ലാണല്ലോ ചെയ്യണത്. ഞാനിപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, നമ്മളതിന് എതിരാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഡ്രഗ്സ് അതിന് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് സംഭവം. ഇപ്പോൾ
റമ്മ്, വിസ്കി അതിനൊക്കെ സ്മെല്ലുകളൊക്കെ ഷോപ്പിലുണ്ട്. ഉണ്ട്. ഇപ്പം ഈ ഓൾഡ് മോങ്ങിൻ്റെ ഒക്കെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്, പിള്ളേർ ഇപ്പം അവിടെ ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ സ്റ്റോറിലാണ് ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെരിമെന്റൽ പരിപാടി അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ പിള്ളേർ ഇപ്പോൾ കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ കാണാനൊക്കെ രസമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊക്കെ വരട്ടെ, അവരൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അവന്മാർ അവിടെ ഞങ്ങളുടെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കോഫി അല്ലെങ്കിൽ ചായ ജ്യൂസൊക്കെ കൊടുക്കും. അപ്പോൾ അവരൊക്കെ അവരിന്ന് വൈബൊക്കെ അടിച്ച് പോകുമ്പോൾ എനിക്ക് രസമാണ്. ഞാൻ പറഞ്ഞു അടയ്ക്കിടയ്ക്ക് വായോ, നിങ്ങളൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈറ്റിങ്ങൾ ഭയങ്കര മാനേഴ്സുള്ള പിള്ളേരാണ് എല്ലാവരും കൊണ്ടിട്ട് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവരുടേതായിട്ടുള്ള സ്പേസിലേക്ക് പോകും. അവർ പ്രശ്നമൊന്നുമില്ലാണ്ട് നോക്കാം, ഞങ്ങൾ പോയിട്ട് വരട്ടാന്ന് പറയും. ചില ആളുകൾ ഇപ്പോൾ 4-5 ആൾ വന്നാൽ ചിലപ്പോൾ 2-3 എടുക്കും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുത്താലെടുത്തില്ലെങ്കിൽ സന്തോഷം. പിള്ളേരിങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ അന്വേഷിച്ചിട്ട് വരുന്നുണ്ടല്ലോ എത്ര ദൂരത്തുനിന്ന്. ഞാൻ വലിയ പെർഫ്യൂമറോ അല്ലെങ്കിൽ വലിയ ആൽക്കമിസ്റ്റോ അല്ലെങ്കിൽ കെമിസ്റ്റോ ഒന്നുമല്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പാഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ തേടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിനെ തേടിയിട്ടൊക്കെ ഇത്ര ലോങ്ങിൽ നിന്നൊക്കെ അവർക്ക് വരുമ്പോൾ എൻ്റെ അതിഥികളാണ് അവർ. തീർച്ചയായിട്ടും ചെറിയ ആൾക്കാരാണ്, ചിലപ്പോൾ അതിനകത്ത് വാങ്ങാൻ തരില്ലാത്ത പിള്ളേർ വരെ ഉണ്ടാവും. ചിലപ്പോൾ ചിലവർ അങ്ങനെ വന്ന് ചോദിക്കുന്ന ആൾക്കാർ ഞാൻ അവരുടെ പിള്ളേർ എടുത്ത് പറയും പൈസ ഒന്ന് വാങ്ങണം, കൊടുത്തോളം പറയും. അപ്പോൾ ഇത്രയും എടാ ഞാനും ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത് ഞാൻ ഇതിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും. കാരണം വെച്ചാൽ എനിക്കും ചില സമയത്ത് ഒരു 250 റുപ്പീസിൻ്റെ ഒരു ഫ്രാഗ്രൻസ് പോലും വാങ്ങാൻ തരമില്ലാത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ആഗ്രഹം കൊണ്ടും അവർ കൂടുള്ള പിള്ളേർ വാങ്ങുമ്പോഴോ ചിലപ്പോൾ വാങ്ങാതിരിക്കാനായിരിക്കാം, കാശില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള ചില ആളുകൾ ചിലപ്പോൾ അത് വാങ്ങാനായിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായിരിക്കാം. കാരണം ഇത്രയും രൂപയുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളൊന്നും അവർക്ക് യൂസ് ചെയ്യാം. ഞാൻ പറയും ഒരു ചെറുതായിട്ടുള്ള ഇതിൽ നീ മിനിയേച്ചറൊക്കെ അവിടെ ചെയ്ത് കൊടുത്തോ. മിനിയേച്ചർ അവിടെ വെച്ചിട്ടുണ്ട്. വാങ്ങാൻ പറ്റാത്ത പിള്ളേരാണെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി കൊടുക്കുന്ന, മറ്റുള്ള അധികം വാങ്ങുന്ന ആളുകൾ കോംപ്ലിമെൻ്ററി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ കൊടുത്തോളാം പറയും. ഹാപ്പി ആയിരിക്കണം. ബിസിനസ് എന്നുള്ള സംഭവം നമ്മൾക്ക് ഇപ്പം എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ബിസിനസ് ചെയ്യണത്. അതിൻ്റെ അകത്തുനിന്ന് ഒരു കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനമായിരിക്കും എൻ്റെ ലാഭം എന്ന് പറയുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ അവർ വീട് കഴിഞ്ഞു പോകണം, അവർക്ക് ഓരോരോ പ്രാരാബ്ദങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ല. ചിലപ്പോൾ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന പിള്ളേർ വരെയും നമ്മുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റ് ആ ടൈമിലൊക്കെ പൈസ കൊടുക്കാൻ പറ്റുന്നത് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമുക്കപ്പോൾ ഒരു വീട് കഴിഞ്ഞ് പോകുന്നത് ഇപ്പം എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പുകളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ഒറ്റക്കൊക്കെ നിന്നിട്ട് ഇടയ്ക്ക് അവിടെ പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ വണ്ടിയിൽ കൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ഷോപ്പിലെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോകും. ഞാൻ ദൈവത്തിന് വിളിക്കും. സത്യം ഞാൻ അങ്ങനെ ഒരുപാട് നടന്നിട്ട് ദൈവത്തിനെ വിളിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ എത്തിയത്. ദുബായിലൊക്കെ എൻ്റെ ജോലിയൊക്കെ പോയിട്ട് ഞാൻ എന്നെ നേരത്തെ ശ്രീനാഥ് എൻ്റെ അടുത്ത് ചോദിച്ച് ഇന്റർവ്യൂ തുടങ്ങുന്നേക്കാളും ചോദിച്ച് എങ്ങനെ വന്നുള്ളത്. ഞാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിന് മുമ്പത്തെ കുറച്ച് കഥകളുണ്ട്. ഞാൻ വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യും ലൈഫിൽ. ഇപ്പോൾ ചിലപ്പോൾ ഇത് കാണുന്ന ആളുകളിൽ എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളും എന്നെ തീരെ ദേഷ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ലൈഫിൽ അത്രത്തോളം കുറേ സംഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഞാൻ അല്ല, മനുഷ്യന്മാരാണ്, തെറ്റുകുറ്റങ്ങൾ നമുക്കും പറ്റാം. അത് നമുക്കത് തിരുത്തി മുന്നോട്ട് പോകാം. അതാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവം. ഇപ്പം എന്ത് തെറ്റായാലും ശരിയാണ്. ഇപ്പോൾ ഒരാൾ കട്ടിട്ടാണെങ്കിലും ശരിയാണ്, അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള സംഭവമാണ് ഏറ്റവും വലുത്. അല്ലെങ്കിൽ എന്തായാലും ആയിക്കോട്ടെ. ഞാനിപ്പോൾ വൈറ്റ് കോളർ ജോബ് ഇപ്പോൾ നാട്ടിൽ ഞാനിപ്പോൾ വലിയ വലിയ കമ്പനിയിൽ എനിക്കിപ്പോൾ നിങ്ങൾ നേരത്തെ ഇൻ്റർവ്യൂവിന് മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിനെ കുറിച്ച് ചോദിച്ചില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിനെ ഒന്ന് പോയി കാണണം, പുള്ളിൻ്റെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കണം. M.A. യൂസഫ് അലി സാർ. കാരണം ഞാൻ പുള്ളിയുടെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അകലെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷൻ കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല വൈറ്റ് കോളർ ജോബ്, കോട്ട് സൂട്ടൊക്കെ ഇട്ടൊക്കെ തന്നെ ആയിരുന്നു. പുള്ളിനെ അകലെ നിന്നിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അടുത്ത് പോയി സംസാരിക്കാനായിട്ടുള്ള അത്രയും ഓറാണ് ആ പുള്ളിക്ക്, വേറൊരു പരിപാടിയാണ്. പുള്ളിനെ അടുത്ത് പോയിട്ട് സംസാരിക്കാമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ ലൈഫിൽ ഇനിയിപ്പോൾ. കാരണം പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് കാണുമ്പോൾ പറയണം, നിങ്ങളുടെ സ്ഥലത്ത് നിന്നിട്ട് ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ മുതൽക്കൂട്ടാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ പറ്റുന്നത് പോലും ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. കാരണം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ എൻ്റെ പ്രൊഫഷൻ കസ്റ്റമർ സർവീസ് ആയിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ ചൂടായി വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാപ്പി ആക്കി വിടാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഉടായ്പില്ലാതെ നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നമുക്ക് എങ്ങനെ ഹാപ്പി ആക്കി വിടാം എന്നുള്ളതും എൻ്റെ ലൈഫിൽ ഒരുപാട് എന്തൊക്കെ ചെയ്യണമെന്നും ചെയ്യാതിരിക്കണമെന്നും ഞാൻ പഠിച്ചത്
ആ ഒരു യൂണിവേഴ്സിറ്റിന്ന്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടുത്തെ പല മാനേജേഴ്സിനായിട്ടും സ്റ്റാഫുകളൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കണക്ഷനും നല്ല റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഇപ്പം ഞാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോയി കഴിഞ്ഞാലും അവർ ഓഫീസിൽ പോവുകയും ചെയ്യുക, അവരോട് സംസാരിക്കാനൊക്കെ ഉള്ള ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ യൂസഫ് അലി സാറിന് എന്നെ അറിയില്ല, എനിക്കൊന്ന് പുള്ളിനെ ഒന്ന് പരിചയപ്പെടണം, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് പറയണം ഞാൻ ഇവിടുത്തെ സ്റ്റാഫായിരുന്നു, ഇത് ഇപ്പം എനിക്ക് ഒരു ബ്രാൻഡ് ഉണ്ട്, എനിക്ക് ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ഞാനിപ്പോൾ ഒരു പെർഫ്യൂമറാണ് എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പരിചയപ്പെടാൻ കിട്ടിയ ഞാൻ ഏറ്റവും വലിയ അടുത്ത് തന്നെ അതൊക്കെ നടക്കട്ടെ. നിങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉടനെ നടക്കട്ടെ. തീർച്ചയായിട്ടും. ഈ അതുപോലെ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്മെല്ല്, ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സ്മെല്ല് ഏതാ? ഫസ്റ്റ് ഇത് പറയുമ്പോൾ എന്താ പറയുക, മറ്റേ നഷ്ടങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പറയണമെന്ന് വിചാരിക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ അനുഭവിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് അത്രയും ഭയങ്കര സമ്പന്നനൊന്നല്ല. അപ്പോൾ ഞാനും പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈമായിട്ട്. ഞാനെൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ റേഷൻ ഷോപ്പുണ്ട്, റേഷൻ കട എന്ന് പറയും നമ്മുടെ ഇതിൽ കളിയാക്കി വിളിക്കുമ്പോൾ, ആ റേഷൻ കടയിൽ നിന്നൊക്കെ വിളിക്കുന്ന പോലെ റേഷൻ കടയിലൊക്കെ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്ന വരാം. അന്നത്തെ സമയത്ത് വെച്ചാൽ ഭയങ്കര തിരക്കാണ് റേഷൻ കടയിലൊക്കെ, ഒരുപാട് പേര് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മണ്ണെണ്ണ എടുത്ത് കൊടുക്കാനും അരി എടുത്ത് കൊടുക്കാനും മറ്റുള്ള സംഭവം കണക്കെഴുതാനൊക്കെ ഞാൻ പോവാറ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ മണ്ണെണ്ണയുടെ സ്മെല്ല് അതാണ് ശരിക്കും പറഞ്ഞത്. കാരണം വെച്ചാൽ കഴുകി കഴിച്ചാലും പോവില്ല. പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിന് കുളിച്ച് നമ്മൾ വീട്ടിൽ പോയി പിന്നെ കുളിച്ച് കഴിഞ്ഞാലും പിന്നെ അത് സ്മെല്ല് കിട്ടും. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത സ്മെല്ല് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്മെല്ലാണ്. അതെ അത് ഞാനിപ്പോഴും ആലോചിക്കുക വെച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഇതുപോലത്തെ ചില ആൾക്കാർ പറയുന്നത് പെട്രോളിൻ്റെ സ്മെല്ല്. എനിക്ക് പെട്രോളിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, മണ്ണെണ്ണയുടെ സ്മെല്ല് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഞാനപ്പോൾ അതെ ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ മറക്കാൻ പറ്റാത്ത സ്മെല്ല് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. പിന്നെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ വാപ്പാക്ക് നമ്മളിപ്പോൾ മാലിക്കിലൊക്കെ കണ്ടില്ലേ ഫോറിൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കച്ചവടമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഫോറിൻ സാധനങ്ങളൊക്കെ വന്നിട്ടിരിക്കാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. എൻ്റെ വാപ്പാക്ക് ഫോറിൻ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പുറത്തുനിന്നുള്ള പെർഫ്യൂമുകളൊക്കെ വരും വീട്ടിൽ, വാപ്പാടെ അടുത്തൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒക്കെ മറ്റേ സുഗന്ധങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ നിന്നിട്ട് ഞാനങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെ നിന്നായിരിക്കും വരുന്നത്, ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഈ സാധനം വരുന്നത് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അതിനെക്കുറിച്ച് പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതിനോടുള്ള അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എങ്ങനെയാലും ജീവിക്കണം എന്നുള്ള ഇതിൽ പോയി. പിന്നെ അത് എനിക്ക് വിദേശത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നും അല്ലെങ്കിൽ ഇതൊരു സംഭവം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്നും ഞാൻ അറിയണത്. പിന്നെയാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോണത്. ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, ഫസ്റ്റ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇത് ചെയ്തത്. കാരണം വെച്ചാൽ അന്ന് ജോലിയൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് ഒരാളെന്നെ കളിയാക്കി ചോദിച്ചതാണ്, ശ്രീനാഥ് ബ്രോ ഇതെനിക്ക് വല്ല അത്തർ വിൽക്കാൻ പോയിക്കോളാന്ന് ചോദിച്ചു. അത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് മോശം രീതിയിലാണ് പറഞ്ഞത്. അത്തർ എന്ന് വെച്ചാൽ റോഡ് സൈഡിലൊക്കെ അത്തർ വിൽക്കണുണ്ടല്ലേ, അതുപോലെ തന്നെ താടിയും ഇതൊക്കെ വെച്ച ആൾക്കാരൊക്കെ പള്ളിയുടെ അടുത്തും ദുബായിലൊക്കെ മറ്റേ പള്ളിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ അത്തറിൻ്റെ ബോക്സിലൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ടാവും. 10 രൂപ 5 ദിറംസ് 2 ദിറംസിനൊക്കെ വിൽക്കണ. അതുപോലെയാണ് ഞാൻ ചോദിച്ചത്, ഒരു മണിയില്ലാണ്ട് ഇവിടെ കിടക്കണേക്കാളും നല്ലത്. ഞാൻ എൻ്റെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞാൽ അറിയില്ലല്ലോ. ഈവൻ ഈ കളിയാക്കണ തലേദിവസം വരെ ഞാൻ വണ്ടി വാഷ് ചെയ്യാനായിട്ട് അന്ന് 25-35 ദിറംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ പൈസയിൽ 30 ദിറംസിന് കാറ് വാഷ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബാഗിൽ തൂക്കിയിട്ട് ഒരു 6-7 ബോട്ടിൽ വെള്ളമൊക്കെ ഞാൻ എൻ്റെ ബാഗിലാക്കിയിട്ട് ഇത് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ കഴുകുകയും ചെയ്യാം, വാഷ് ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കാവുന്ന എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വഴി. ഇങ്ങനെ നടന്ന് പല സ്ഥലത്തും ചോദിച്ചു, പല സ്ഥലത്തും നാട്ടി തന്നെ വിട്ട്. എന്നുവെച്ചാൽ എനിക്ക് വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേറെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. ചില സമയത്ത് അങ്ങനല്ല, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ അങ്ങനെ വിഷമിച്ചിട്ട് ഒരു വഴി കൂടി പോയ ഒരാൾ എന്നെ പ്രാക്കണിട്ട് അയാൾ വണ്ടി നിർത്തിയിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നു, സത്യം. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എവിടെയും കിട്ടണില്ല, എന്താണെന്നറിയില്ല. ഞാൻ എന്ത് ജോലിയായാലും ഞാൻ കയറാൻ തയ്യാറാണ്, പക്ഷേ ആരും അങ്ങനെ ജോലി തരുന്നില്ല എന്ന് പറയും. അങ്ങനെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എന്നെ തട്ടി വിട്ടിട്ട് പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. പിന്നെ അത്രക്കാൻ പോയി. പിന്നെ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് നിസ്കരിക്കാൻ ഒരു പണിയില്ലല്ലോ, എൻ്റെ നാളെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ എൻ്റെ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ഉണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്ക് ഈ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ച് അവൻ പറഞ്ഞത് ശരിയാണ്, എന്തായാലും ദുബായ് അല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം ആദ്യം, എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നേരെ അന്വേഷിച്ച് പോയി. അതിൻ്റെ ഇടയിൽ എനിക്ക് അതായത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മളെ തേടിയിട്ട് കുറേ സംഭവങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു ഏറ്റവും ഇങ്ങനെ ഇതിൽ ചെയ്യണത് എങ്ങനെയാണ് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് മറ്റേ ചെറിയ ബോട്ടിൽ
ഈ ഫ്രാഗ്രൻസിൻ്റെ ഓയിൽസ് ഒക്കെ വരും. അതിലേറ്റവും ബെസ്റ്റ് 2 മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ ബോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് റൂമിൽ പിന്നെ വന്നപ്പോൾ പിന്നെ കംപ്ലീറ്റ് സ്മെല്ലാണ്. അവിടുത്തെ എല്ലാവരും പറയുന്നുണ്ട് താഴെ പോണത് വേസ്റ്റ് വരുന്ന ഇതിലൊക്കെ ഇടാനൊക്കെ പറയില്ല, അതുപോലെ ആയി. കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ സെറ്റ് ചെയ്യാം, റൂമിൻ്റെ അകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ വിസിറ്റ് വിസയിലാണ് ആ സമയത്ത്. പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CID ഒക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി എടുക്കേണ്ടി വരും. അപ്പം ഞാൻ നാട്ടിൽ പോണ പോലെ ഇങ്ങനെ ബാഗിൻ്റെ അകത്തേക്ക് ഈ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ട്രോളി ബാഗ് ഉണ്ടല്ലോ അത് ഉന്തിയിട്ട് ഇങ്ങനെ നടന്നിട്ട് ആണ് ഞാൻ വിറ്റിട്ടുള്ളത്. കയ്യിലൊരു കവറുണ്ടാവും. എനിക്കറിയില്ല അന്നത്തെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഈ പാകിസ്ഥാനികളെടുത്തും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക സൗത്ത് ആഫ്രിക്കക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഒക്കെ ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. അവരൊന്നും ഈ സാധനം യൂസ് ചെയ്യാറില്ല ചില ആൾക്കാർ. പക്ഷെ എല്ലാവരും ആട്ടി വിട്ട് അങ്ങനെ റിജക്ഷൻ കിട്ടി എനിക്ക് ഒരാൾ എൻ്റെ ഒരു 10 ദിർഹംസ് തന്നിട്ട് ഒരു സാധനം വാങ്ങി. എനിക്കൊരു എനർജിയായി. പിന്നെ ഞാൻ ദുബായിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ നടന്ന് വിറ്റിട്ടും റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകും. അപ്പോൾ അവർ ആ സമയത്തൊന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ കയറ്റില്ല അത്. അപ്പോൾ ഇവർ ഷോപ്പ് അടക്കണ വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സെല് ചെയ്ത് വന്നിട്ട് ഞാനവിടെ നിൽക്കും. കാരണം വെച്ചാൽ അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് 6 or 8 പേരോ ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അധികം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അതുവരെയൊക്കെ നിൽക്കും. ചിലപ്പോൾ ഭക്ഷണം പോയി ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ എനിക്കത് വിറ്റിട്ട് വേണം എൻ്റെ കയ്യിൽ പൈസ കിട്ടാനും ബാക്കി എനിക്ക് നാളെ സ്റ്റോക്ക് എടുക്കാനൊക്കെ. ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഞാനൊരു ബ്രാൻഡ് ഉണ്ടാക്കി, ചെറിയൊരു ബ്രാൻഡ് നെയിം കൊടുത്ത് വിസിറ്റിംഗ് കാർഡ് അടിച്ച് ഞാൻ നമ്പർ കൊടുത്ത് പിന്നെ ഇവർ കഴിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് ആ കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടി. അവർ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ദുബായിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെൻ്റെ പാഷൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവർ കണക്ട് ചെയ്ത് തന്നു. എൻ്റെ ഒരു പാഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു തന്നു. അവരെനിക്ക് ആഗ്രഹം അവർ ചാർജ് കിട്ടുന്നത് വെച്ചാൽ ഇതിന് കുറേ വേസ്റ്റേജ് വരും. ഫ്രാഗ്രൻസുകൾ ഉണ്ടാക്കി ചിലപ്പോൾ ബാഡായി പോകും, ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ള എക്സ്പെൻസ് മാത്രം എൻ്റെ നിന്ന് വാങ്ങിയിട്ട് അതും ഒരു എമൗണ്ടായി അങ്ങനെ ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ പെർഫ്യൂം മേക്ക് ചെയ്ത് തുടങ്ങിയതും ഈ ഒരു സംഭവം ആക്റ്റീവായിട്ട് വന്നതും. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യം അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ മഹേഷിൻ്റെ പ്രതിയാദത്തിലും മറ്റേതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്താ പറയുക ഇങ്ങനെ വായിൽ വെച്ച് ചവച്ചരാൻ പറയുന്ന അറിയില്ലേ, അതുപോലെ അവർ പറഞ്ഞ സംഭവം ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ കാണിച്ചു ബാക്കി നീ ആവണം. ഒരിക്കലും ഞാനിപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേരുകളുണ്ട്. എനിക്ക് ഗുരുനാഥന്മാരായിട്ട് ആരൊന്നുമില്ല, ഗോഡ് ഫാദേഴ്സ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഇതിൽ തന്നെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അതാണ് ഞാൻ ഒരാളെ കോപ്പി പേസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന ക്വാളിറ്റി ഉള്ള ഐറ്റം മാത്രം ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ, എവിടെ നിന്നാണെങ്കിലും ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഡയറക്റ്റ് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നാട്ടിൽ കിട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണെങ്കിലും ശരി ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രം ഞാൻ എന്താ ക്വാളിറ്റി ഉള്ള ഇതിന് അനുസരിച്ച് ആ പ്രൈസിനെ വിൽക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും വില കുറച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് വില കൂട്ടിയിട്ടോ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കാറില്ല. ക്വാളിറ്റി കൂടിയ സംഭവങ്ങൾ അതിൻ്റെതായ പ്രൈസിന് ഞാൻ വിൽക്കും. ചിലപ്പോൾ ബ്രാൻഡഡ് ഷോക്കേഴ്സിലൊക്കെ ഇരിക്കുന്ന ഫ്രാഗ്രൻസിനേക്കാളും വില കൂടുതലായിരിക്കും എൻ്റേത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ എൻ്റേതായ രീതിയിൽ എന്നെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഞാൻ ആ സംഭവം കൊടുത്തിട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബ്രോൻ്റെ കളക്ഷനിൽ ബ്രോയ്ക്ക് റെയറായിട്ട് തോന്നുന്നതും ഭയങ്കര ഒരു വാല്യൂ കൊടുക്കുന്നതും ആ സ്മെല്ലിൻ്റെ ആ ബ്രാൻഡിൻ്റെ പേരെന്ന്? എനിക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അങ്ങനെ ബ്രാൻഡിൻ്റെ പേരുകൾ എടുത്ത് പറയാനായിട്ട് എനിക്കറിയാത്തതുകൊണ്ടല്ല. ചിലവർ എന്താ പറയുക ഇപ്പോൾ ഈ ഊത് ഒക്കെ പോലത്തെ കളക്ഷൻസ് ഉണ്ടല്ലേ, ഊതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ml പ്രൈസ് വരുന്നത്. ഫ്രാഗ്രൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഊതിൻ്റെ മരത്തിൻ്റെ അടുത്ത് കണ്ടില്ല, ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ ട്രീറ്റ് ചെയ്തിട്ട് എടുത്തത് അതിനകത്ത് പുഴുവിനെ കയറ്റി വിട്ടിട്ടാണ് സംഭവം ഷേപ്പ് ചെയ്തിട്ടൊക്കെ വരുന്നതെന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മലയാളീസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഊതിൻ്റെ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പേർട്ട് അല്ല. ഊതിനെ കുറിച്ച് ഞാൻ ഭയങ്കര കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഷോപ്പിലും ഊതിനെ കുറിച്ചുള്ള കളക്ഷൻസ് കുറവാണ്. പക്ഷേ ഓയിൽസ് ഒക്കെ ഉണ്ടാവും, ഊതിൻ്റെ മറ്റേ അറബിക് കത്തേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഊത് ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതലായിട്ട്. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഈ ഊത് ബേസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള. ഇപ്പോൾ ഈ ദുബായിലെ ലോക്കൽസിൻ്റെ തന്നെ കുറേ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ദുബായ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് തന്നെ കാണാം നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് ബ്രാൻഡുകൾ, ലക്ഷങ്ങൾ വരുന്ന ബ്രാൻഡുകളുണ്ട്. ഞാൻ കണ്ടിട്ടിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ അതാണ്. ഞാനിപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ എനിക്ക് കിട്ടണമെങ്കിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളൊക്കെ അതാണ്. നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ 65,000 rupees ഒക്കെ വരുന്ന ഫ്രാഗ്രൻസുകളുണ്ട്.
അത് ചില വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലണ്ടൻ വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യം കുറച്ച് ട്രയലൊക്കെ ഇറക്കിയിട്ട് ഈ ലണ്ടൻ വെഡ്ഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മറ്റേ പൗഡറി ടച്ചൊക്കെ ഇല്ലേ, പൗഡറി ചോക്ലേറ്റ്, അത് പൗഡറും ചോക്ലേറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ ഒരു ടോണിൽ കൂടി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമുക്കൊരു ഒരു ടേസ്റ്റി ഫീൽ, അതായത് ഒരു ഫ്ലേവർ സ്മെൽസ്, ഫ്ലേവറും ഫ്രാഗ്രൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളുണ്ട്, ആ ഒരു ടോണിക്ക് പറഞ്ഞിട്ട് ഫ്രാഗ്രൻസ് ഉണ്ട്. 65,000 റുപ്പീസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. അത് വാങ്ങിക്കൊണ്ടാണ് ചില ഏറ്റവും കൂടുതൽ നമുക്ക് ഫോറിനേഴ്സൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകാറ്. അതിന് ചെറിയ ക്വാണ്ടിറ്റികളൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ട് പോകും. ഇപ്പം ഈ പറയും തിമിംഗല ഛർദി എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ട് അവിടെ പിടിച്ചു കോടികളുടെ വിലയിടെന്നൊക്കെ പറയുന്നില്ലേ, ശരിക്കും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ? അത് ഡയറക്റ്റ് ആയിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ നമുക്ക് അരി കിട്ടുന്നുണ്ട്. ഈ അരിയുടെ കൂടെ തന്നെ നമ്മളത് വേവിച്ചിട്ടും അല്ലെങ്കിൽ ഉപ്പ് ചേർത്തിട്ടൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളെന്താ പറയുക കറികളൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അങ്ങനത്തെ ഒരു ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഞങ്ങളെപ്പോലത്തെ, അതായത് ഇപ്പം എന്നെ പോലത്തെ ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനികളാണ്. ഇപ്പോൾ ഈ അജ്മൽ പെർഫ്യൂംസ് ഒക്കെ പോലത്തെ വലിയ വലിയ ടീമുകളാണ് അതിനെ കളക്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഫ്രഞ്ചിൽ തന്നെ ഇഷ്ടംപോലെ ബ്രാൻഡുകളുണ്ട്, അവരാണ് കളക്ട് ചെയ്യണത്. ഒരുപാട് പേര് എന്നെ നോക്കിയിട്ട് വിളിക്കും, ഞാൻ പറയും ഇത് ഇല്ലീഗലാണ്. നമ്മൾ സംസാരിക്കുന്ന തന്നെ ചിലപ്പോൾ കേട്ടാൽ തന്നെ പണി വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഇത് കിട്ടിയവരൊക്കെ വിളിക്കാറുണ്ടോ? ചിലവരൊക്കെ പറഞ്ഞ ഡയറക്റ്റ് കാണാൻ വരാറുണ്ട്, എന്നെ കാണണം പറഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ വരുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയാം ഫോണിൽ കൂടി ഡീൽ ചെയ്യുന്നത് എന്തോരം പേരാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെയൊക്കെ തീരദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കാണ് ഇത് സംഭവം കിട്ടുന്നത്. കമ്പനികളൊക്കെ എടുക്കും, വലിയ വലിയ ടീമുകളൊക്കെ ഈ പറയുന്ന പോലെ ഇത്ര വിലകളുണ്ടോ അതിന്? നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ഇതിലുണ്ട്. എനിക്കറിയാം, എടുക്കുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും അത് മുട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. കാരണം അവർ ഡയറക്റ്റ് പോയിട്ട് വേണം സംസാരിച്ചോട്ടെ, കുഴപ്പമില്ല. എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട. പെട്ടെന്ന് കോടീശ്വരന്മാരാകാൻ പറ്റുന്ന ചില പരിപാടികളൊക്കെ ഉള്ളത്. നമുക്ക് ഫാമിലി എല്ലാവരും ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അതെ, ഇപ്പൊ ട്വിൻസ് ഉണ്ടായിട്ടുണ്ട്. അടിപൊളി, എല്ലാം സന്തോഷമായിട്ട് പോകണം. ബ്രോന്റെ എല്ലാ ലൈഫിലും ഒരു ഗ്രാഫ് ഉണ്ട്, കയറി ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ബ്രോനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പേഴ്സണലി വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്, നമ്മൾ ഒന്നും അല്ലാത്ത ടൈമിൽ, നമ്മൾ എവിടെ എത്താത്തൊരു ടൈമിൽ ഇനി ഇങ്ങനെ ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞിട്ട് ബ്രോനെ വിട്ടുപോയ ഒരാളുണ്ട് ബ്രോന്റെ ലൈഫിൽ. പക്ഷെ അതങ്ങ് പോയെങ്കിലും അതിനെക്കാട്ടിയും വളരെ നല്ല രീതിയിൽ ഒന്നുമില്ലായ്മയിൽ തന്നെ ഒരാൾ വന്ന് ഇപ്പോഴും എല്ലാം ആയപ്പോഴും കൂടെയുണ്ട്. അതാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞ കർമ്മ എന്നൊക്കെ പറഞ്ഞ സംഭവത്തിലൊക്കെ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളത് എന്താ പറയുക, നമ്മൾ നല്ലത് ചെയ്ത് നല്ലത് കിട്ടും. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. നമ്മളത് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കൂടെ ഒരാളുണ്ടെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ചാറ്റ് GPT പോയി കഴിഞ്ഞാൽ തന്നെ കാണാം ഫ്രാഗ്രൻസ് ഫാക്ടറി ലക്ഷറി ഇതെങ്ങനെ തുടങ്ങി. കുറേ ആൾക്കാർക്കുള്ള ചോദ്യം, ചില ആൾക്കാർ എന്നെ പേഴ്സണലി ചോദിക്കാറുണ്ട്, ഇതിൽ പാർട്ട്നേഴ്സ് ഉണ്ടോ, ഇത്ര വലിയ സംഭവങ്ങളൊക്കെ തുടങ്ങി. കാരണം അറിയാമല്ല, ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ 1600 സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും വലിയൊരു സംഭവം ഞാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് അത്രയും റെന്റ് വരുന്നുണ്ട്, അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ ആ സംഭവം ചെയ്തത്. കാരണം വെച്ചാൽ അത് അവിടെ ഞാനിപ്പോഴും എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ പറയണതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. അത്രയും ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പലവട്ടം അവിടെ കയറുന്ന വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴതിനുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, സമാധാനത്തിൽ എപ്പോഴെങ്കിലും. അതായത് രാവിലെ വെളുപ്പിന് 2 മണി വരെയാണ് ഷോപ്പുള്ളത്. പക്ഷേ ചില സമയത്ത് ഒരു 3-3:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേരുണ്ടാവും. കാരണം വെച്ചാൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാത്രി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വന്നിട്ട് അവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി ഇട്ടും മറ്റേ സംഭവം കിട്ടും. അവിടെ ഇരുന്നിട്ട് അങ്ങനെ കുടിച്ചിട്ട് ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഇഷ്ടം പോലെ സമയമുണ്ട് അവിടെ വന്ന് നമുക്ക്. അതെ, അറബിക് റൂം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വേറൊരു 1980s ഒരു ഫീല് സംഭവമാണ്. മറ്റേ മണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിലിരിക്കുക. പിന്നെ കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് വന്നിട്ട് അവിടെ വന്നിട്ട് ഫ്രാഗ്രൻസ് ഒക്കെ മേക്ക് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും, അയ്യോ സംഭവം കൊള്ളാല, നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാലോ, വായോ നിങ്ങൾ അവിടെ വന്നിട്ട് ചെയ്തിട്ട് പോക്കോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ, അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് എക്സ്പെൻസീവ് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കാൻ പാർട്ട്നേഴ്സ് ഉണ്ടോ? എനിക്ക് പാർട്ട്നേഴ്സ് ഒന്നുമില്ല. എനിക്ക് പാർട്ട്ണർ ഉണ്ട്, എൻ്റെ ലൈഫ് പാർട്ട്ണറാണ് ഇതിൻ്റെ പാർട്ട്ണർ. ഓക്കെ.
അവളും കൂടി ഉണ്ട് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ പിന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വൈഫാണ്. അപ്പൊ കുറെ അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ ജില്ലയില് വലപ്പാടുണ്ട്, വലപ്പാട് എടമുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. പിന്നെ നമുക്ക് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിലുണ്ട്, നമ്മുടെ തൃശ്ശൂര്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കവറേജ് ഉള്ള സ്ഥലമാണ്. നല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാക്കനാടുണ്ട്, ഇൻഫോ പാർക്കിൻ്റെ അടുത്ത്. അത് എൻ്റെ പഴയ സ്റ്റോറാണ് ശരിക്കും. ഒന്ന് ജസ്റ്റ് ഇത്രയും ഒരു ചെറിയൊരു സ്ക്വയറിലാണ്, പക്ഷെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഭയങ്കര രസമാണ്. ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഒക്കെ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് അവിടെ ആയിരുന്നു. പിന്നെയാണ് ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ തുടങ്ങിയത്. അവിടെയാണ് 4ാമത്തെ ഔട്ട്ലെറ്റ് ഉള്ളത്. നെടുമ്പാശ്ശേരിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇപ്പം പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് വരാറുണ്ട്. അവിടെ വന്നാൽ ഇടക്കിടക്ക് ചില സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റും. ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഞാൻ വരുന്ന എൻ്റെ കസ്റ്റമേഴ്സിനോട് കൂടി പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ വായിണ്ടെങ്കിൽ വലിയ വലിയ നല്ല കളക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും. ഫ്യൂച്ചർ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ദുബായിൽ ഇങ്ങനെ ഓരോ കമ്പനികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ യുദ്ധം പരിപാടികളൊക്കെ കാരണമല്ല, ഇപ്പൊ അടുത്ത ദിവസം ഞാൻ പോകേണ്ടതാണ്, ഖത്തർ ദുബായി ഒക്കെ ഒന്ന് പോകാനൊക്കെയുള്ള പരിപാടിന്. അപ്പോൾ ദുബായിൽ ഓൾറെഡി 1-2 ടീമുകൾക്ക്, 1-2 ടീമല്ല 3-4 ടീമുകൾക്ക് വൈറ്റ് ലാബിലിംഗ് ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രാൻഡിലൊക്കെ നമ്മളൊന്നുമല്ല, നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം, സ്മെല്ല് ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് അവരെ പരിപാടികളൊക്കെ ഓൺ ആക്കി കൊടുത്തേക്കുന്നു. ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടോ? ഫ്രാഞ്ചൈസി പോലെ. ഇപ്പം ഇനി വരാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടീമിനായിട്ട് നമ്മൾ കൊളാബ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നെക്സ്റ്റ് ഇതിൽ ഫ്രാഗ്രൻസ് ഫാക്ടറിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എനിക്ക് ദുബായിലൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ നമ്മളെന്തായാലും എന്ത് നേരിടാൻ തയ്യാറായിട്ട് ഇത്രയും താഴത്തൊക്കെ വീണ്ടും നമ്മൾ പിടിച്ചു കയറുന്നത് എന്ത് നിങ്ങൾ ഫേസ് ചെയ്യും, ഉറപ്പായിട്ടും തുടങ്ങും. ദുബായിൽ മാത്രമല്ല, നിങ്ങൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ, മലയാളികളല്ല ഈ സേവനം എല്ലാവരിലേക്കും എത്തും. എൻ്റെ അടുത്ത് തൊലിക്കെട്ടിനെ കുറിച്ചൊക്കെ പറയും ചില ആൾക്കാർ. ഇപ്പൊ ഞാൻ ലൈഫിൽ വീണ സമയത്ത് ഞാൻ അതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് ഞാൻ നേരത്തെ ശ്രീനാഥിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിന്നിരുന്നത്. ലുലുവിലും മറ്റൊക്കെ വർക്ക് ചെയ്ത്, റാഡോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, റാഡോയുടെ വാച്ചിന്റെ സ്റ്റോറിലൊക്കെ. അപ്പോൾ അല്ല, നമുക്ക് കിട്ടുന്ന ആ എക്സ്പീരിയൻസിൽ നിന്ന് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നാണ് ഞാൻ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചത്. ചിലപ്പോൾ മുതലാളിമാർ നമ്മളെടുത്ത്, ചിലപ്പോൾ നല്ല മുതലാളിമാരുണ്ട് കേട്ടോ, അവർ കാണിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കണം, അവർ ചെയ്യുന്ന ബാഡ് കാര്യങ്ങൾ നമ്മുടെ സ്റ്റാഫിനും കൊടുക്കരുത്. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ അതുതന്നെ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ആ ഒരു മൈൻഡിൽ ഇത് ബിൽഡപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചില ആൾക്കാർ നിൻ്റെ തൊലിക്കട്ടിയാ ഭാരം തന്നെ ഞാൻ അപ്പോൾ അവർ പറയുന്ന സംഭവത്തിലുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ അന്ന് 2 ആഴ്ച മുമ്പ് വരും കോട്ടും സൂട്ടിട്ടുന്ന സ്ഥലത്ത്, പിന്നെ അവരെന്നെ കാണുന്നത് റോഡ് സൈഡിൽ നമ്മുടെ ഷീറ്റില്ലേ, നമ്മുടെ സാധാരണ മറ്റേ ഇതിനെ കിട്ടുന്ന ഷീറ്റ്, അതുപോലത്തെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സവോളൊക്കെ ഇല്ലേ, നമ്മുടെ ഓനിയൻ, അതും ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് വിൽക്കുന്ന തന്നെയാണ് പിന്നെ കാണുന്നത്. അല്ല, ചില ആൾക്കാർക്ക് സജീർ തന്നെയല്ല പറഞ്ഞാൽ, അതെ അല്ല ഇത് പരിപാടി ഞാനിപ്പോൾ ചെറിയ ഒരു ബിസിനസ് തുടങ്ങിയാണ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ച ബിസിനസ് വേറെയും, എനിക്ക് കിട്ടിയ പണി ഇതാണ്. കാരണം ഒരാളതിൻ്റെ ഇടയിൽ നിന്നിട്ട് ചതിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ സവോള അല്ലെങ്കിൽ യൂണിയൻ്റെ ഒക്കെ ഇതില്ലേ, നമ്മൾ എക്സ്പോർട്ടിങ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വണ്ടിയും പരിപാടികളൊക്കെ എടുപ്പിച്ച്, ലോണൊക്കെ എടുത്തിട്ട് വണ്ടിയൊക്കെ എടുപ്പിച്ച്, വണ്ടിയും 2 വണ്ടിയൊക്കെ ആയി, മറ്റേ ഈസിന് നോർമൽ വണ്ടിയും അല്ല പിക്കപ്പൊക്കെ എടുപ്പിച്ച്, ലോണൊക്കെ ഇട്ട് എടുപ്പിച്ച്. അതിന് ശേഷം ഇവർ പറഞ്ഞ ആൾക്കാർ ഈ പരിപാടി ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല, അവർക്കിതൊന്നും അറിയില്ല, വെറുതെ ജസ്റ്റ് നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാനല്ല ഇനി കുഴപ്പമില്ല, നമ്മൾ എന്തായാലും നമ്മൾ വീണ് ഞാൻ പിന്നെ കുളിച്ചിട്ട് കയറാം. ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് മാർക്കറ്റിൽ പോയിട്ട് ഈ വണ്ടിയായിട്ട് മാർക്കറ്റിൽ പോകും. അന്ന് എൻ്റെ വീട് കൊടുങ്ങല്ലൂർ കൈപ്പോങ്കലത്ത്. ഞാൻ അവിടെ നേരെ വണ്ടി എടുത്തിട്ട് ആലുവ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഈ പച്ചക്കറികളൊക്കെ തലക്ക് ചോന്നിട്ട്, ഇപ്പം പച്ചമുളകൊക്കെ ചിലപ്പോൾ തലയിലൊക്കെ ചെന്ന് കുറച്ച് ഇവിടെ നിന്ന് എരിവൊക്കെ വരും ചില സമയത്ത്. കുഴപ്പമൊന്നുമില്ല, ഞാനത് തലച്ചുമടായിട്ട് കൊണ്ടുവന്നിട്ട് ഞാനിതിലൊക്കെ ആക്കിയിട്ട് എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഡംപ് ചെയ്തിട്ട് ഞാനിങ്ങനെ അവിടെ വരും. ഒന്നുകിൽ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും കൂടെ നിൽക്കാനായിട്ട്. ഞാനിതൊക്കെ തുറന്നിട്ടിട്ട്, അതായത് ഈ സംഭവമൊക്കെ തുറന്ന് കൂട്ടിയിട്ടിട്ട് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ച്, നമ്മൾ പിന്നെ ലുലുവിലൊക്കെ എല്ലാം നിന്നത് ഓഫറൊക്കെ ഇടാൻ നമുക്കറിയാലോ, ഓഫറൊക്കെ ഇട്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട്. ഇല്ല, എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ അന്ന് ചിലപ്പോൾ കോട്ടും സൂട്ടിട്ടെന്ന് ഞാൻ പിന്നെ കാവ്യ കൊണ്ടെടുത്തിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ചില ആൾക്കാർ നമ്മൾ ജീവിക്കാൻ വേണ്ടിയില്ല, ഒരാൾ കക്കാനൊന്നും പോകണില്ലല്ലോ, അതും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
എനിക്ക് കയറി വരാൻ പിന്നെ അല്ല. പറ്റും അറിയാം. എന്തായാലും ഇപ്പം ഇതുവരെ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി അടുത്ത് തുടങ്ങി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഓരോന്ന് തുടങ്ങുന്നത് നമ്മൾ പോകുന്നത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതെ അതെ നമ്മൾ പോകുന്ന വഴിയും നമ്മൾ ചെയ്യുന്നതും കറക്റ്റ്. അതെ, നമ്മളിപ്പോൾ വിശ്വസിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വിശ്വസിച്ചിട്ട് നമുക്ക് പൈസ തന്നിട്ടുള്ള ആളുകൾ അവർക്ക് അത് കറക്റ്റ് സമയത്തിന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ആ തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചെയ്തതിന് എന്തെങ്കിലും ഉപകാരമായിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്ന് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ പറ്റിക്കാനായിട്ടൊന്നുമല്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇൻ കേസ് പല ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ചില ബിസിനസ്സൊക്കെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് പൈസകളൊക്കെ ചില ആൾക്കാർക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് ഞാൻ ഓർമ്മ വരുന്ന ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടുന്ന ആൾക്കാർ ഇപ്പോഴും ഞാൻ ചില ആൾക്കാർക്കൊക്കെ കൊടുത്ത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കൂടി ഒരാളെ കണ്ടിട്ട് ഞാൻ കൊടുത്ത്. ചിലപ്പോൾ ഇനി ഇതൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഞാൻ അറിയുന്ന ആൾക്കാരൊക്കെ വിളിക്കട്ടെ, ആർക്കും നമ്മോട് ഉണ്ട്, ആർക്കും ഞാൻ കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കും. ആ ഒരു ആത്മവിശ്വാസം. കാരണം എന്തിനാ നമുക്കൊരാളെ പൈസ വേണ്ടല്ലോ. നമ്മൾ ആ സമയത്ത് നമ്മളവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മറക്കാൻ പാടില്ല. ഇപ്പൊ എന്തെങ്കിലും മറന്നു പോയിട്ടുള്ള ആൾക്കാരാണെന്ന് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ബ്രോ നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതിൽ വിജയിച്ച ഒരാളാണ്. പ്ലസ് ഒരുപാട് പേരുടെ ഇമോഷണൽ കണക്ഷൻസിന് മീഡിയേറ്റർ ആവാൻ പറ്റുന്ന ഒരാളും കൂടിയാണ്. വളരെ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുന്നു. ലോകത്തെല്ലായിടത്തും നമ്മുടെ ഈ സേവനം എത്തട്ടെ. നമുക്ക് അഭിമാനമാണ് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇത്ര നല്ല ബിസിനസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഒരു ഫ്രണ്ടാണല്ലോ, നമ്മുടെ നാട്ടുകാരനാന്നൊക്കെ പറയാൻ വേണ്ടി. അതെ, നമുക്കിപ്പോൾ ബിസിനസ്സിനേക്കാളും ഉപരി ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൗഹൃദങ്ങൾ ചില കാര്യങ്ങളിൽ ഞാൻ പൈസ അല്ല നോക്കുന്നത്. ചിലപ്പോൾ അവരെ കാണുമ്പോൾ ഒരു സന്തോഷം, അവർ ആ സാധനം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും വാങ്ങാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ബന്ധങ്ങളെല്ലാം നിലനിൽക്കട്ടെ.